നമസ്കാരം. ഇന്റർനെറ്റിന്റെയും മൊബൈൽ കണക്ടിവിറ്റിയുടെയും വളർച്ച ഇന്ത്യൻ പൗരന്മാർക്ക് വലിയ അവസരങ്ങളാണ് തുറന്നു നൽകിയത്. എങ്കിലും സൈബർ തട്ടിപ്പുകളും ഫോൺ മോഷണങ്ങളും വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മൊബൈൽ ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് സഞ്ചാർ സാധി എന്ന വിപ്ലവകരമായ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത്. ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള CEIR സംവിധാനം മുതൽ നിങ്ങളുടെ പേരിൽ എടുത്ത അനധികൃത കണക്ഷനുകൾ കണ്ടെത്താനുള്ള സൗകര്യം വരെ ഈ പ്ലാറ്റ്ഫോം നൽകുന്നുണ്ട്. എന്നാൽ ഇത്രയധികം സാധ്യതകളുള്ള ഈ സംവിധാനം സാധാരണക്കാരന്റെ കൈകളിൽ എത്രത്തോളം എത്തും? സൈബർ കുറ്റകൃത്യങ്ങളുടെ രീതികൾ മാറുന്നതിനനുസരിച്ച് സഞ്ചാർ സാധിക്ക് സ്വയം നവീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ സഞ്ചാർ സാധിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും അത് നേരിടുന്ന വെല്ലുവിളികളും ഇന്ത്യൻ ഡിജിറ്റൽ സുരക്ഷയ്ക്ക് അത് നൽകുന്ന സംഭാവനകളും എന്തെല്ലാമാണ്? എന്നാൽ പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണ് ഇത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഒരു വ്യക്തി സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോഴും അവന്റെ സ്വകാര്യത അത്യന്താപേക്ഷിതമാണ്. ഈ വിഷയമാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. സഞ്ചാരസാധി ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന ഉത്തരവ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കേന്ദ്രം പിൻവലിച്ചിട്ടുമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തിനാണ് സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ? സഞ്ചാർ സാധി രാജ്യത്തിന് അത്യാവശ്യമോ? സാധി സ്വകാര്യതയിലേക്കുള്ള നുഴഞ്ഞുകയറ്റമോ? പൗരസുരക്ഷയ്ക്ക് എതിരോ പ്രതിപക്ഷം? എന്നോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസിൽ നിന്നും ശ്രീ വിനോദ് മേക്കോത്ത്, സൈബർ വിദഗ്ധനും കൺസോൾ ടെക്നോ സൊല്യൂഷൻസ് LLP MD-യുമായ ശ്രീ അരവിന്ദ് GS എന്നിവരാണ്. ആദ്യം ടെക്കിയായ ശ്രീ അരവിന്ദ് GS, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒന്നാണോ ഈ സഞ്ചാർ സാധി എന്ന ആപ്ലിക്കേഷൻ? എന്താണ് വളരെ ലഘുവായി പറഞ്ഞാൽ ഈ സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ? സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഏകദേശം 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങളുണ്ട്. അതിൽ 100 കോടിയോളം ആൾക്കാരാണ് ഏകദേശം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനാൽ തന്നെ നമ്മുടെ സൈബർ ക്രൈംസ് നമുക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാവണം കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ജനങ്ങൾക്കായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതിലൊരു പ്രശ്നം കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ ഒരു കംപ്ലൈന്റ് രജിസ്റ്ററിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഇതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോൺ കളഞ്ഞു പോകണമെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ 2-3 സിം കാർഡ് ഉണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ പ്രീവിയസ് ഹിസ്റ്ററി മീൻസ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ആൾ എന്തെങ്കിലും ഫോർജറി ചെയ്തിട്ടുള്ള ആളാണോ എന്നുള്ള കുറച്ച് നമുക്ക് ഫ്രോഡ് കോൾസ് വരുന്നെങ്കിലോ അല്ലെങ്കിൽ ഫ്രോഡ് കോൺവെർസേഷൻ വരുന്നെങ്കിലോ ഇതൊക്കെ നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു കംപ്ലൈന്റ് രജിസ്റ്ററിംഗ് സിസ്റ്റമാണ്. അതിനാൽ തന്നെ ഇതൊരു മാൻഡേറ്ററി സിസ്റ്റം ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ സാറും പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷേ അത് മാത്രമല്ലെന്നേ അരവിന്ദ്, ഇത് പലപ്പോഴും നമ്മളുടെ മെസ്സേജുകളിലേക്ക് പോകുന്നു. ഇപ്പൊ നമ്മൾ വാട്സപ്പ് നോക്കുകയാണെങ്കിൽ എൻക്രിപ്റ്റഡ് ആണ് മെസ്സേജുകൾ എന്ന് പറയുന്നത്. പക്ഷേ സഞ്ചാർ ആപ്പ് നമ്മളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഈ എൻക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും നമ്മളുടെ മെസ്സേജുകളിലേക്ക്, നമ്മളുടെ സ്വകാര്യ ഫോട്ടോകളിലേക്ക്, നമ്മളുടെ കോളുകളിലേക്ക് ഒക്കെ ഒരു കടന്നുകയറ്റം ഉണ്ടാവില്ലേ? നമ്മുടെ കോളുകളിലേക്ക്, നമ്മുടെ സാധാ കോളുകളിലേക്ക്, വാട്സപ്പ് എന്ന് പറയുന്ന ആപ്പിലേക്ക് അത് ഓവർ റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ കോളിലേക്കോ അല്ലാന്നുണ്ട്. കാരണം ഇതിൽ നമുക്ക് 5 പെർമിഷൻസ് ആണ് ഇപ്പൊ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുന്നത്. നമ്മുടെ ഈ സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ 5 പെർമിഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്ന് നമ്മുടെ കോൾ ലോഗ്സ്, ഒന്ന് നമ്മുടെ SMS, പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെ നമ്മുടെ സ്റ്റോറേജിലേക്കോ അല്ലെങ്കിൽ ഫോട്ടോയിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഈ ആപ്ലിക്കേഷൻ പോകുന്നില്ല. ഓക്കെ, തീർച്ചയായും. പെർമിഷൻസ് നമ്മുടെ മറ്റുള്ള കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, തുടരാം. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൂം ആപ്ലിക്കേഷൻ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പെർമിഷൻ, ഏകദേശം 10-30ഓളം പെർമിഷൻസ് എടുക്കുന്നത്. പക്ഷേ സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ 5 പെർമിഷൻസ് മാത്രമേ ഇപ്പൊ എടുക്കുന്നുള്ളൂ. പക്ഷേ അതൊരിക്കലും മാൻഡേറ്ററി അല്ല. ഈ സാധനം, ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല എന്നാണ് എന്റെ ഒരു വാദം എന്ന് പറയുന്നത്. ഓക്കെ, തീർച്ചയായും. അപ്പോൾ അതായത് ഇത് നിർബന്ധം ഇല്ല, ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ
ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അങ്ങിലേക്ക് വരികയാണെങ്കിൽ, അതായത് കേന്ദ്രം പറഞ്ഞത് മൊബൈൽ പ്രൊവൈഡറുകളോട് അല്ലെങ്കിൽ മൊബൈൽ കമ്പനികളോട് പറഞ്ഞത് നിർബന്ധമായും നിങ്ങൾ മൊബൈലുകൾ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് അതിനെ തുടർന്നാണ് നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ ഉച്ചയോടുകൂടി തന്നെ 3-3:30 തന്നെ കേന്ദ്രം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്, പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ദുഷ്ടലാക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? ഇല്ല, എന്താണ് ഈ ദുഷ്ടലാക്ക് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഓക്കെ, എന്താണ് ഈ സ്വകാര്യതയിലേക്ക് ഇപ്പൊ ഇങ്ങനൊരു ആപ്ലിക്കേഷനോടെ ഈ ഫോണിലേക്ക് കടന്നു കയറിയാൽ ഇവർക്ക് മാക്സിമം എന്തൊക്കെയാണ് കിട്ടുക, എന്തൊക്കെ കിട്ടും? ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞ ആ ടെക്നിക്കൽ വിദഗ്ധൻ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ഫോണിൽ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫോണിൽ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സഞ്ചാർ സാഥി ഇതാ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം, എത്രയോ നേരത്തെ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ ഇരുന്നത് 4-5 മേഖലകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ചക്ഷു, റിപ്പോർട്ടഡ് സസ്പെക്ട് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ, ബ്ലോക്ക് യുവർ ലോസ്റ്റ് സ്റ്റോളൻ മൊബൈൽ ഹാൻഡ്സെറ്റ്, നോ മൊബൈൽ കണക്ഷൻ ഈസ് ഇൻ യുവർ നെയിം, നമ്മുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷനുകൾ ഉണ്ട് എന്നറിയാനുള്ളത്, നോ ജെനുവിൻനെസ് ഓഫ് യുവർ മൊബൈൽ ഹാൻഡ്സെറ്റ്, നിങ്ങളുടെ മൊബൈൽ ഹാൻഡ്സെറ്റ് ജെനുവിൻ ആണോ എന്ന്, അത് നമ്മൾ മേടിച്ചപ്പോൾ വേറെ എവിടെയെങ്കിലും മോഷ്ടിക്കപ്പെട്ടതോ അങ്ങനെ വല്ലതോ ആണോ എന്നുള്ളത്, റിപ്പോർട്ട് ഇൻകമിംഗ് ഇന്റർനാഷണൽ കോൾ വിത്ത് ഇന്ത്യൻ നമ്പർ. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ആകപ്പാടെ ഉള്ളത്, ഈ സാധനത്തിൻ്റെ അതുള്ളത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ആകപ്പാടെ ഇത് ചോദിക്കുന്ന പെർമിഷൻസ് അതൊക്കെ അദ്ദേഹം ഇവിടെ വിശദമായിട്ട് പറഞ്ഞു. ഇതിൻ്റെ അകത്തൂടെ നമ്മുടെ എന്ത് സ്വകാര്യ വിവരമാണ് ഈ ചോർത്താൻ പോകുന്നത്? ഇനി അത് അവിടെ നിൽക്കട്ടെ. ഒരു മൊബൈൽ ഫോൺ, ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എടുത്തു, അത് സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്തു, നെറ്റുമായിട്ട് കണക്ട് ചെയ്തു, നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇങ്ങനെയുള്ള സർവ്വ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓൺലൈനിൽ കൂടെ ധാരാളം പർച്ചേസ് നടത്തുന്നുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ വഴി. ഈ ഓരോ തവണ ചെയ്യുമ്പോഴും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒരു എൻക്വയറി ഒന്ന് അടിച്ചു നോക്കുക ഏതെങ്കിലും ഒരു ലിങ്കിൽ, നിങ്ങൾക്ക് പിന്നെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ മുഴുവനും നിങ്ങളുടെ ഫീഡിൽ വന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നാം എന്ത് ചിന്തിക്കുന്നു, നാം എന്തൊക്കെ ഉപയോഗിക്കുന്നു, നമ്മൾ എവിടൊക്കെ പോകുന്നു, ഇതെല്ലാം നമ്മൾ തന്നെ ഈ ലോകത്തിന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമ്മുടെ സ്വകാര്യത, ഈ പറയുന്നതൊക്കെ അല്ലേ നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്ന സംഭവം. അല്ലാതെ നമ്മുടെ ബാത്റൂമിലോ ബെഡ്റൂമിലോ കൊണ്ടുപോയി ക്യാമറ വെക്കുന്ന ഏർപ്പാടല്ലല്ലോ ഇത്. നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഈ പറയുന്നതെല്ലാം ഓൾറെഡി ഷെയർഡ് ആണ്. പിന്നെ സർക്കാരിന് നമ്മുടെ നീക്കങ്ങൾ എന്താണ് ഫോളോ ചെയ്യാൻ കഴിയും. നമ്മൾ നമ്മുടെ മുഴുവൻ ഇത് എന്താണ് ആധാർ നമ്പർ, പാന്, കുന്തം, കുടച്ചക്രം എല്ലാം കൊടുത്തിട്ടല്ലേ ഈ ഫോൺ നമ്മളൊരു കണക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്, അതോറിറ്റീസിന് നമ്മുടെ നീക്കങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു കുറ്റകൃത്യം നടക്കുന്നു, അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പറയുന്ന പോലെ സൈബർ തെളിവുകളെയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ലോകത്ത്, ഇതാണ് ഇപ്പോഴത്തെ ലോകം, ഇങ്ങനെയൊക്കെ ഉള്ള ലോകത്ത് നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലും ഉള്ളൂ. അതാണ് അതിന്റെ വാസ്തവം. നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ ബാത്റൂമിലും മാത്രമേ നമുക്കിന്ന് സ്വകാര്യത ഉള്ളൂ. ആ സ്വകാര്യതയിലേക്ക് എന്തായാലും ഈ ആപ്ലിക്കേഷൻ വെച്ച് കയറാനൊന്നും കഴിയുകയുമില്ല. തീർച്ചയായും. അതായത് സർക്കാർ എന്തായാലും ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്ന് കയറുന്നില്ല. മാത്രമല്ല നമ്മളുടെ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന് അറിയുന്നതുമാണ്. പിന്നെ എന്താണ് ഈ പ്രശ്നം എന്നുള്ളതാണ് ശ്രീ സാബു പ്രസാദ് മുന്നോട്ട് വെച്ചത്. ശ്രീ വിനോദ് മേക്കോത്ത്, അതായത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സർക്കാർ ഒരു ആപ്ലിക്കേഷൻ ഇറക്കുന്നു. അത് ജനങ്ങളുടെ മൊബൈൽ ഫോൺ കളഞ്ഞു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള മൊബൈൽ മോഷണം പോകാതിരിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉള്ളതാണ് എന്നൊരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തിനാണ് പിന്നെ ഈ പ്രതിപക്ഷം ഇതിന് ഇത്രയും ബഹളമുണ്ടാക്കുന്നത്? ഇത് ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാണ് എന്നൊക്കെ പറയുന്നത്, അത് ഒരു വികസന പ്രവർത്തനമാണ്, അതിന് വല്ലാത്തൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണോ? അല്ല, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശ്രീ ഷാബു പ്രസാദിന് എത്രമാത്രം അതിന്റെ മൂല്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭരണഘടനയുടെ അനുച്ഛേദം 21 പറയുന്ന തരത്തിൽ സ്വകാര്യത ഇന്ത്യയിലെ പൗരന്റെ മൗലികാവകാശമാണ്. അപ്പൊ ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം
ഇപ്പം ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ മറ്റുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പാർഷ്യലി നമ്മുടെ ഈ പറയുന്ന തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ടെക്കി വേൾഡുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാം. പക്ഷേ ഇത് കടുംപെട്ട് വെട്ടുന്ന തരത്തിൽ പൂർണ്ണമായും ഒരു പൗരന്റെ മുഴുവൻ സ്വകാര്യതയും പിന്നെ സർക്കാർ സംവിധാനത്തിന് വേണ്ടി ഉപയോഗിച്ച് അതിനെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള വലിയ സാധ്യത ഈ പറയുന്ന ആപ്പ് മുന്നോട്ട് വെക്കുന്നു. ഇതിൽ നിഷ്കളങ്കമായ ഒരു ശ്രമമായിരുന്നുവെങ്കിൽ, ഇങ്ങനെ പൗരന്മാരെ സഹായിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് ഇത് ഇൻബിൽറ്റ് ആപ്പായി, അതായത് ഈ പൗരൻ ഇത് ആവശ്യമുണ്ട് എന്ന് കരുതുന്ന പൗരന് അതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആപ്പായി ഇൻബിൽറ്റായി വേണം എന്ന് നിഷ്കർഷിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇൻഷുറൻസ് എടുക്കാതെയും ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇൻഷുറബിൾ പോപ്പുലേഷൻ മുഴുവൻ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടുന്നതിന് ഈ ആപ്പ് സഹായകമാണ് എന്ന് സർക്കാർ പറയുകയാണെങ്കിൽ ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. സർക്കാർ എന്തിനാണ് ഇത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്? ഈ കമ്പനികളോട് ഇത് ഇൻബിൽട്ടായി ഈ ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന ദുരൂഹതയും ദുഷ്ടലാക്കും പതിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഷാബു പ്രസാദിന് അറിയാത്തതല്ലോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈവൻ ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ഫോണാണ് ആപ്പിൾ ഫോണുകൾ. ആ ആപ്പിൾ ഫോണുകളിൽ പോലും കടന്നു കയറിക്കൊണ്ട് ഇസ്രായേലി നിർമ്മിത പെഗാസസ് സ്പൈവെയർ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെയൊക്കെ വിവരങ്ങൾ, അവരുടെ മൂവ്മെന്റുകളെ സംബന്ധിച്ച് പോലും ട്രേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ സ്പൈവെയർ പ്രവർത്തിച്ചൊന്ന് വലിയ വാർത്തയായിരുന്നു ലോകമെമ്പാടും. അത് ഇന്ത്യയിലെ നേതാക്കളുടെ കാര്യത്തിൽ മാത്രമല്ല. അപ്പൊ അത് സാധാരണക്കാരിലേക്ക് പോലും പോകുന്നു. ഇവിടെ ഏത് കാലത്തും ഏത് ഭരണകൂടവും, ഞാൻ ഒരു ഭരണകൂടം എന്നുള്ളത് പറയുന്നില്ല, പൗരന്മാർ സംഘടിച്ച് അവർ ഈ അവകാശബോധത്തോടു കൂടി ചില കാര്യങ്ങൾ പറയുന്നതിന് മുന്നോട്ട് വരുന്നതിന് എക്കാലത്തും അത് ഏത് ഘടനയിൽപ്പെട്ട ഭരണകൂടങ്ങളാണെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഭയപ്പെടൽ നമുക്കറിയാം. ഉദാഹരണത്തിന് മുമ്പ് കാലത്ത് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ട്രാൻസിസ്റ്ററുകളിൽ, റേഡിയോകളിൽ അത് ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വാങ്ങേണ്ടിയിരുന്നു, അതിന്റെ ലൈസൻസ് ഫീസ് അടയ്ക്കേണ്ടിയിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രയാണം പുരോഗതിയിലൂടെയാണെങ്കിൽ സ്വാഭാവികമായും ഭരണഘടന നിഷ്കർഷിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സ്വകാര്യതയ്ക്കും ഉള്ള മൗലികാവകാശങ്ങളിൽ വളരെ തുറന്ന സമീപനം സ്വീകരിക്കുന്നതിലേക്കുള്ള ഒരു പോക്കാണ് ഭരണകൂടങ്ങൾ പോകേണ്ടത്. പകരം ഇതൊരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്ന് ഞാൻ കരുതുന്നു. ഏകാധിപത്യ ഭരണകൂടങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ പ്രജകളെയും അവരുടെ ജനങ്ങളെയും നിരീക്ഷിക്കുന്നതിനും അവരുടെ ഓരോ ചുവടുകളും ചലനങ്ങളും നിരീക്ഷിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങളുമായി പോകുന്ന ഒരുതരം ഭരണകൂടങ്ങളുണ്ടല്ലോ. ആ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തെ കൊണ്ടുപോകാൻ നടത്തിയ ഒരു ശ്രമമാണ് ഈ ഉച്ചയോടുകൂടി പൊളിഞ്ഞു വീണിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പൊ അത് പിൻവലിച്ചിരിക്കുന്നു. എന്തിന് പിൻവലിച്ചു? അത് മാത്രവുമല്ല, പൊതുവിൽ കോടിക്കണക്കിന് ജനങ്ങൾ, ഇന്ത്യയിലെ പോപ്പുലേഷന്റെ ഏതാണ്ട് എന്താ പറയാ 4 പേരെയും അല്ലെങ്കിൽ 3 പേരെയും സ്വാധീനിക്കുന്ന ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യ മര്യാദ ഈ പറയുന്ന ഭരണാധികാരികൾക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് കൂടുന്ന സമയത്താണ് അവിടെ ഒരു ചർച്ച പോലും ഒരു ഡിബേറ്റിന് വിധേയമാക്കാതെ ഈ തരത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും അവരുടെ സ്വകാര്യതയെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു സംഗതി അടിച്ചേൽപ്പിക്കുമ്പോൾ അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് പോലും തയ്യാറല്ലാതെയാണ് ഇത് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നു വരികയും ആ എതിർപ്പിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന് ഈ സഞ്ചാർ സാത്തി ആപ്പ് ഇൻസിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിൽ നിർബന്ധിതമായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവിൽ നിന്ന് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി പിന്നോട്ട് പോവുകയും ചെയ്തു. ശ്രീ അരവിന്ദ്, ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുള്ളത് ഒരു കാര്യമാണ്. അത് വെറും ഒരു മൊബൈൽ ഫോൺ, വെറും കമ്മ്യൂണിക്കേഷൻ എന്നൊരു കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മളുടെ കുറെ വിവരങ്ങൾ കൂടി അതിനകത്തുണ്ട്. ആധാർ നമ്പർ ആകട്ടെ, പാസ്പോർട്ട് നമ്പർ ആവട്ടെ, നമ്മുടെ അക്കൗണ്ട് നമ്പറുകളാകട്ടെ, അങ്ങനെ നിരവധി കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഡേറ്റ എന്ന് പറയുന്നത്
ഈ സഞ്ചാർ സാധി ഇൻസ്റ്റാൾ ചെയ്താൽ എത്രത്തോളം സുരക്ഷിതമാകും? നേരത്തെ ശ്രീ വിനോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ പെഗാസിസ് ഒക്കെ ചെയ്തിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു വ്യക്തിക്ക് സംശയിക്കേണ്ട ഒരു കാര്യമുണ്ടോ? നമ്മുടെ ഡേറ്റ മാറിപ്പോകും അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? കറന്റ്ലി ഈ ആപ്ലിക്കേഷന്റെ അപ്ഡേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെ അവർ എടുക്കുന്നത് 5 പെർമിഷൻസ്. അവർക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുതിയ അപ്ഡേഷൻസിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ എടുക്കുന്നത് 5 പെർമിഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SMS, അതുപോലെ നമ്മുടെ കോൾ ലോഗ്സ്, അതുപോലെ നോട്ടിഫിക്കേഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അത് 5 കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസോ മറ്റുള്ള കാര്യങ്ങളോ എടുക്കാനുള്ള പെർമിഷൻസ് ഇല്ല. അത് ഇപ്പോൾ ഇല്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഒരു അപ്ഡേഷനിലൂടെ ഇതെല്ലാം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇല്ല, പക്ഷേ ഒരു ജസ്റ്റ് ഒരു അപ്ഡേഷനിലൂടെ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അതെ, ഓക്കെ, അപ്പോൾ നമ്മുടെ നമുക്ക് പെർമിഷൻസും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസിലൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഡേറ്റ എന്ന് പറയുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്? ഇപ്പോഴതില്ല. ഓക്കെ, തീർച്ചയായും ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഡേറ്റ എന്ന് പറയുന്നത് സുരക്ഷിതം തന്നെ ആണ് എന്നുള്ളതാണ്. ശ്രീ ഷാബു പ്രസാദിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ശ്രീ വിനോദ് മേക്കോത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 21 പറയുന്നതാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിലേക്കുള്ള നൈസായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അങ്ങേക്ക് മറുപടി പറയാം. ഇല്ല, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു മൊബൈൽ ഫോൺ കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആരാണ്, എന്താണ്, നമ്മുടെ പ്രായം എന്താണ്, അച്ഛന്റെ പേരെന്താണ്, നമ്മുടെ അഡ്രസ് എന്താണ്, ഇങ്ങനെയുള്ള മുഴുവൻ വിവരങ്ങളും സർക്കാരിന് നൽകിക്കൊണ്ടാണ്, അതോറിറ്റീസിന് നൽകിക്കൊണ്ടാണ് നമ്മൾ ഫോൺ കണക്ഷൻ എടുക്കുന്നത്. ഈ നമ്മൾ എവിടെ പോകുന്നു, ഇത് മുഴുവനും എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എത്ര സമയം ഒരിടത്ത് നിൽക്കുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ഇതെല്ലാം റെക്കോർഡഡ് ആണ്. ഇതെല്ലാം ഗെറ്റിംഗ് ഡോക്യുമെന്റഡ് എവറി മോമെന്റ്. ഇതാണ് ഇന്നത്തെ ലോകമാണിത്. പ്ലീസ്, ഇത് 21ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് എന്താണ്? എനിക്കതായി മനസ്സിലായിട്ട് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്താണ് സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സ്വകാര്യത? എനിക്കതാണ് ഇത് മനസ്സിലാവാത്തത്. ആർട്ടിക്കിൾ 21 ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ലളിതമായ ചോദ്യം, നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ പറയുന്ന നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് വരെ ഇപ്പോൾ ഓൺലൈനിൽ ഡോക്യുമെന്റഡ് ആണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ അനിഷ്ടങ്ങൾ എന്താണ്, ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ഉള്ള സാധനമാണ്. ഇനി മറ്റൊന്ന്, ഇന്നിപ്പോ സർക്കാർ ആ തീരുമാനം പുനഃപരിശോധിച്ചു എന്ന് കേട്ടു. ഇനിയിപ്പോ അതല്ലാത്തപ്പോ പോലും എങ്ങനെയാണ് ഇത് പ്രീ ഇൻസ്റ്റോൾ ചെയ്ത് വന്നാലും അത് ആക്റ്റീവ് ആകണമെങ്കിൽ ഈ കസ്റ്റമർ അയാളുടെ വിവരങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്യണം. അത് കസ്റ്റമറുടെ ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം. എനിക്ക് ഒരു പേടിയില്ലെന്ന് ഞാൻ എൻ്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ആര് വേണം കൊണ്ടുപോകും, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ഭയവും ഇല്ല. ഞാനൊരു സ്വകാര്യ വ്യക്തിയാണ്, ഈ നാട്ടിലെ ഒരു പൗരനാണ്. എനിക്ക് എൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത്. അവിടേക്ക് എന്തായാലും ഈ സാധനം ഒന്നും കയറി വരില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ സർക്കാർ ഒരു ഭയപ്പാടുണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ബെഡ്റൂമിൽ വന്ന് നമ്മുടെ ബാത്റൂമിൽ ഇങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് ജനങ്ങളുടെ ഇടയിൽ ഒരു ഭയാശങ്ക ഉണ്ടാക്കുക. ഇങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ട പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴും ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ മുഴുവനും പൗരത്വം എടുത്ത് കളയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഈ നാട്ടിൽ ഈ ഭയപ്പാട് മുഴുവനും ഉണ്ടാക്കിയത്. ഓരോ സമയത്തും ഇവർ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രതിപക്ഷം ഒരു ഭയപ്പാട് ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലാതെ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നാണ് അങ്ങ് പറയുന്നത്. ഇനിയിപ്പോ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ സൈബർ ക്രൈംസ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്.
ഇത് ഇത് നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ട ഈ സൈബർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളെ ടെക്നോളജി കൊണ്ട് തന്നെ നമുക്ക് തടയാൻ കഴിയുള്ളൂ. കാര്യം ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാ ഇടപാടുകളും ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ മാക്സിമം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഇതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്, ടെക്നോളജി കൊണ്ടുള്ള കുറ്റകൃത്യങ്ങളെ ടെക്നോളജി കൊണ്ട് തന്നെ വേണം തടയാൻ. അത് ഓരോ കാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് വരും പുതിയ 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 കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഈ പോക്കറ്റടി എന്ന് പറയുന്ന സാധനമുണ്ടോ ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷന്, അവിടെ ഇവിടെയൊക്കെ നമുക്ക് അനുഭവം ഉള്ളതാണ്. ഇന്ന് പോക്കറ്റടി ഇല്ല എന്ന് തന്നെ പറയാം. എന്താ കാര്യം? പോക്കറ്റ് അടിച്ചിട്ട് കാര്യമില്ല. കാര്യം അവന്റെ ഒരാളുടെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ ഭാര്യയുടെ ഫോട്ടോ കാണും, അവന്റെ കുറെ ഇത് കാണും, ID പ്രൂഫോ അങ്ങനത്തെ സാധനങ്ങൾ കാണും, 10-200 രൂപയും കാണും. കാര്യം പണം കയ്യിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അത് എങ്ങനെയാണ് അത് നിന്നത്? ആ ഒരു കുറ്റകൃത്യം ഏതാണ്ട് ഇല്ലാതായത് ടെക്നോളജി വെച്ചിട്ടാണ് ഇല്ലാതായത്. അങ്ങനെ ഓരോ കാലങ്ങളും ഗൂഗിൾ പേ ഒക്കെ വന്നതിന് ശേഷമാണ് അത് സംഭവിച്ചത്. അങ്ങനെ ഓരോ കാലങ്ങളിൽ ടെക്നോളജി അപ്ഡേഷൻ വരണം. നമ്മൾ വളരേണ്ടത്, ഈ ലോകം മുമ്പോട്ട് പോവാണ്, നമ്മൾ അതിനൊപ്പം പോകണ്ടേ? ഇതൊന്നും ഇവർക്ക് അറിയാൻ വയ്യാത്തതൊന്നും അല്ല. അതെ, അപ്പൊ പ്രതിപക്ഷം അതിനോടൊപ്പം പോകാതെ നിൽക്കുന്നു. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അതെല്ലാം ആരോപണങ്ങളിൽ തളച്ചിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണോ അങ്ങയുടെ വാദം? തീർച്ചയായും അങ്ങിലേക്ക് ഞാൻ വരാം. ശ്രീ വിനോദ് മേക്കോത്ത്, അതായത് ഇവിടെ ചോദിച്ച ശ്രീ ഷാബു പ്രസാദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമുക്ക് എന്താണ് ഇതിന് മാത്രം ഇങ്ങനെ നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. നമുക്ക് അത്രമാത്രം പ്രൈവസിയുടെ ഒരു ആവശ്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ്. അപ്പോൾ ശരിക്കും പ്രതിപക്ഷം എന്ന് പറയുന്നത് കേന്ദ്രം എന്ത് കൊണ്ടുവരുന്നുവോ അതിനെ എല്ലാം തന്നെ ഒപ്പോസ് ചെയ്യുക എന്നൊരു രീതി മാത്രമാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഷാബു പ്രസാദിന്റെ പാർട്ടി ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്ത് ചെയ്യണം, അതിൽ നിന്ന് മായ്ച്ചു കളയുകയാണ് വേണ്ടത്. അതിനൊരു നിയമനിർമ്മാണം, എന്താ പറയുക, പാർലമെന്റിൽ ഒരു മൂവ്മെന്റ് നടത്തുകയാണ് വേണ്ടത്. കാരണം അത് ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ എന്നെ പോലുള്ള ആളുകളൊക്കെ അത് പറയുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. നമ്മളൊരു ഫിയർ ഫാക്ടറും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇവിടെ ഫിയർ ഫാക്ടർ ഉണ്ടാക്കിയതെന്നും ആ ഫിയർ ഫാക്ടറിലൂടെ അധികാരത്തിലേക്ക് തുടർന്നും സഞ്ചരിക്കുന്നതെന്നും ഒക്കെ ഇവിടെ ഈ ചർച്ച കേൾക്കുന്നവർക്കൊക്കെ അറിയാം, പൊതുജനങ്ങൾക്കും ഒക്കെ അറിയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫിയർ ഫാക്ടറിന്റെ പ്രശ്നമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കൊളോണിയൽ ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യയെ പൗരന്മാരിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ചരിത്രപരമായ ജനാധിപത്യപരമായ ദൗത്യം നിർവഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ ജനാധിപത്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ജനാഭിമുഖ്യമുള്ള ഭരണകൂടമായി ആ ഭരണകൂടത്തെ നിരന്തരമായ ശ്രമങ്ങളിലൂടെ പരിവർത്തിപ്പിക്കുക എന്നതാണ്. അവിടെ പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, പൗരന്റെ വ്യക്തിഗതമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഭരണകൂടമല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഇവിടുത്തെ പൗരനാണ്. ഈ രാജ്യത്തിന്റെ പരമാധികാരി എന്ന് പറയുന്നത് ഇവിടുത്തെ പൗരസമൂഹമാണ്. അത് എങ്ങനെ, അതിന്റെ സ്വകാര്യത എന്താണ് എന്ന് പോലും ഷാബു പ്രസാദിന് അറിയില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഭരണഘടനയിൽ നിന്ന് ആ ആർട്ടിക്കിൾ അങ്ങ് മാറ്റിയേക്ക്. BJPയുടെ അടുത്ത ഒരു ഒരു ഉത്തരവിലൂടെ നിങ്ങൾ അതങ്ങ് മാറ്റിയേക്ക്. അങ്ങനെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ വരുന്ന കാര്യങ്ങൾ പോലും മാറ്റാനുള്ള ശ്രമം നടത്തിയ ആളുകളാണല്ലോ. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോഴും പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയിട്ട് വർഷങ്ങളായല്ലോ മിസ്റ്റർ ഷാബു പ്രസാദ്. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതിനെ സംബന്ധിച്ച് 100 കണക്കിന് റിവ്യൂ പെറ്റീഷനുകൾ സുപ്രീം കോടതിയിൽ വന്നു. ഇന്നും അത് സബ്ജുഡീസായി നിൽക്കുകയാണ്. ഇപ്പോഴും അത് നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ പരോക്ഷമായ രീതിയിലൂടെ ഇപ്പൊ SIR എന്നുള്ള തരത്തിൽ നടപ്പാക്കുന്നില്ല. അതുകൊണ്ടാണ് പരോക്ഷമായ നിലയിൽ SIR എന്നുള്ള തരത്തിൽ ഈ പറയുന്ന വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിലേക്ക് പൗരത്വത്തിന്റെ എലമെന്റ്സ് ചോദിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന പൗരാവകാശങ്ങൾ അതിനെ ആ അർത്ഥത്തിൽ സംരക്ഷിക്കുന്നതിന് BJP ശ്രമിക്കുന്നില്ല എന്നതിന് നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും. അതിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായം മാത്രമാണ് ഈ പറയുന്ന സഞ്ചാർ സാത്തി ആപ്പ് എന്നുള്ള നിലയിൽ. സുപ്രീം കോടതി 2017 എന്താണ് സ്വകാര്യത എന്ന് പോലും ഷാബു പ്രസാദിന് അറിയില്ല. എന്താണ് അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ജുഡീഷ്യൽ സമ്പ്രദായം, ഇന്ത്യൻ ഭരണഘടന നൽകിയ പ്രാധാന്യം ഞാൻ പറഞ്ഞു, അതിനെ മൗലികാവകാശത്തിൽ പെടുത്തിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് 2017 വന്ന ഒരു കേസിൽ 9 ജഡ്ജിമാരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് ഐകകണ്ഠ്യേനയാണ് ഇന്ത്യയിലെ പൗരന്മാരുടെ സ്വകാര്യത എന്ന് പറയുന്നത് അവരുടെ മൗലികാവകാശമാണ് എന്ന് വിധിച്ചത്. അധികം വർഷമായിട്ടില്ല, 5-8 വർഷമായിട്ടേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം പെട്ടെന്ന് BJP അധികാരത്തിൽ ഇരിക്കുമ്പോ
ഈ പറയുന്ന സ്വകാര്യത ഇന്ത്യയിലെ പൗരന്മാർക്ക് നിഷേധിക്കപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. ആ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഭരണകൂടത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്കുണ്ട് എന്ന സാമാന്യമായ ബോധം പോലും ആ പാർട്ടിയുടെ നേതാക്കൾക്ക് ഇല്ലാതെ വരുന്നത് കഷ്ടമാണ്. ഷംസാർ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ഞാൻ അരവിന്ദിലേക്ക് വന്നു. അരവിന്ദ്, ഞാൻ ഡയറക്റ്റ് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അതായത് ഈ സഞ്ചാർ സാധി പോലുള്ള ഒരു ആപ്ലിക്കേഷൻ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത്യാവശ്യമാണ് ഒരു ടെക്കി എന്ന രീതിയിൽ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ എന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ശ്രീ അരവിന്ദ്? 100% നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത്. 100% നമുക്ക് അത്യാവശ്യം തന്നെയാണ്, ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ പബ്ലിക്കിന്റെ സ്വകാര്യതയും കൊണ്ട് മാനിച്ചിട്ട് വേണം അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കറന്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആപ്പിൽ ഞാൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇനി നമുക്ക് പുതിയ അപ്ഡേഷനിൽ നമുക്ക് ഇനി എന്തൊക്കെ പെർമിഷൻസ് ആണ് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അല്ല, ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എല്ലാ ആപ്ലിക്കേഷനിലും നിരവധി അപ്ഡേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അപ്ഡേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, പിന്നീട് വേറെ ഒന്നും ചെയ്യണ്ട, അപ്പോൾ അപ്ഡേറ്റ് ആയിക്കോളും. അപ്പം അതും കൂടി വിദൂരമായി നമ്മൾ കാണേണ്ടതല്ലേ? അതെ, 100% കാണേണ്ടതുമാണ്. മാത്രമല്ല നമുക്ക് ഇതിനകത്തേക്ക് ഒരു നമുക്ക് ഈ ഫ്രോഡ് കോൾ, ഞാനിപ്പോ ഇത് സംസാരിക്കുന്നത് പറയുകയാണ്, ഇതിൽ ഫ്രോഡ് കോൾ അല്ലെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ കോൾ വരുന്ന സംഭവം തടയാൻ പറ്റുമെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ വിർച്വൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ വിർച്വൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണലിലുള്ള നമ്പേഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് വൺ ടൈം, അത് ഒരാൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നമുക്കിതിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ കംപ്ലൈന്റ് വന്നു, നമ്മളത് ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അവർക്ക് ഈ പറഞ്ഞ പോലെ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യാം. വീണ്ടും ഈ ആക്ടിവിറ്റി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ പോൺ സൈറ്റ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും പോൺ സൈറ്റ് ആവശ്യം പോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇന്റർനെറ്റിൽ ആവശ്യം പോലെ സുലഭമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പരിഹരിക്കണം. നമ്മുടെ പബ്ലിക്കിന്റെ സ്വകാര്യതയും കൂടി മാനിച്ചിട്ട് വേണം ഇങ്ങനത്തെ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. അല്ല, അതിനോട് യോജിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, രാജ്യത്തെ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനോട് കോൺഗ്രസ് പാർട്ടി എതിരല്ല. പക്ഷേ സ്വകാര്യത എന്ന് പറയുന്നത് തങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെന്ന് പറയുന്നത് കഷ്ടമാണ്. കാരണം ഭരണഘടന, ഞാൻ പറഞ്ഞല്ലോ 2017 കേസിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 വാചകങ്ങൾ ഞാനത് കോട്ട് ചെയ്യാം. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണ്. വ്യക്തികളുടെ ഉള്ളറകളിൽ ഭരണകൂടമോ, ശ്രദ്ധിക്കണം, വ്യക്തിയുടെ ഉള്ളറകളിൽ ഭരണകൂടമോ ഭരണകൂടത്തിന് പുറത്തുള്ളവരോ ഇടപെടുന്നതിൽ സംരക്ഷണം നൽകുന്നതാണ് ആ അവകാശം. ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ സ്വയം എടുക്കാൻ ഇത് വ്യക്തികൾക്ക് അധികാരം നൽകുന്നു എന്നാണ് സുപ്രീം കോടതിയിലെ ആ 9 അംഗ ബെഞ്ച് ഐകകണ്ഠ്യേന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിസ്സാരമായ ഒരു കാര്യമല്ല ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള പൗരന്റെ സ്വകാര്യത എന്ന് പറയുന്നത്. അതിന്മേൽ കുതിര കയറാനുള്ള ഏത് ശ്രമവും എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഈ ശക്തമായ എതിർപ്പ് മുന്നോട്ട് വന്ന സമയത്ത് വെച്ചകാൽ പുറകോട്ട് വെക്കേണ്ടി വന്നത് കേന്ദ്ര ഗവൺമെന്റിന്. അപ്പൊ ചെറിയ പ്രതിഷേധമല്ല. ആവശ്യമായ പരിഷ്കാരങ്ങൾ രാജ്യത്ത് ഡിജിറ്റൽ വേൾഡിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം ചൈന പോലൊരു രാജ്യം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആപ്പുകളും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളൊന്നും അവിടെ ഇല്ല. അവിടുത്തെ ആളുകൾക്ക് അവർക്ക് വേണ്ട സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിന് ആ രാജ്യം അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ ഇരുമ്പ് മറയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ്. അവർക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നത് അവർ ഭയപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ സർവതന്ത്ര സ്വതന്ത്രമായി രാജ്യത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ സമൂഹം അധിവസിക്കുന്ന നാടാണ്. അതിനെ ഒരു ഇരുമ്പ് മറയ്ക്കകത്തേക്ക് അല്ലെങ്കിൽ നിരീക്ഷണ ക്യാമറകൾക്കകത്തേക്ക് ഭരണകൂടത്തിന്റെ ഈ പറയുന്ന CCTVയുടെ സർവൈലൻസിലേക്ക് ഇന്ത്യൻ ജനതയെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായും. ഷംസാർ, സമയം വളരെ കുറവാണ്, അങ്ങേക്ക് മറുപടി പറയാം. ഇല്ല, ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഇനി എന്ത് സ്വകാര്യ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ മറച്ചു വെക്കുന്നത്? ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ എന്ത് സ്വകാര്യത എന്ന് കുറെ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. ശരി, സ്വകാര്യത മാനിക്കപ്പെടേണ്ടതാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന സ്വകാര്യത എന്ന് പറയുന്നില്ലല്ലോ. എന്താണ് നമ്മുടെയൊക്കെ ഒരു സാധാരണക്കാരന്റെ സ്വകാര്യത എന്ന് പറയുന്നത്? എന്താണ് ആ സ്വകാര്യതയ്ക്ക് ഇപ്പം ഇവർ പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിൽ ഈ സ്വകാര്യതയ്ക്ക് എപ്പോഴോ ഈ നാട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം അതില്ലാതായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്വകാര്യത എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു, ഇതൊന്നും വേറെ ആരും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു എന്ന് മറ്റൊരാൾ അറിയേണ്ട കാര്യമില്ല. അത് നമ്മുടെ സ്വകാര്യതയാണ്. ഇതൊന്നും ഇപ്പൊ സ്വകാര്യതയല്ല. ഇതൊന്നും സ്വകാര്യതയല്ല ഇപ്പോ.
അവിടെയാണ് നമ്മൾ ഇവരുടെ ഈ വിചിത്രവാദങ്ങളുടെ ആ ഒരു പൊള്ളത്തരം തിരിച്ചറിയേണ്ടത്. സാർ അത് തന്നെയാണ് ശ്രീ ഷാബു സാറ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭരണകൂടവും ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ നീങ്ങുന്നു എന്നതിനനുസരിച്ച് ഭരണകൂടത്തിന് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അവരിലേക്ക് ചെലുത്തേണ്ടത് എന്താണോ എന്ന് സർക്കാരിന് തീരുമാനിക്കുന്ന തരത്തിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിലവിലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള അവസരം ഇപ്പോഴുണ്ട്. നിയന്ത്രിക്കാൻ ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. പൗരന്മാർക്ക് എന്തായാലും അവരുടെ സ്വകാര്യത എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയും നാടിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മറ്റ് രാഷ്ട്രങ്ങളോട് കിടപിടിച്ചുകൊണ്ടുള്ള രാഷ്ട്ര പുരോഗതി സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, പൗരന്മാർ എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അവർക്ക് വളർച്ചയ്ക്ക് ഉതകുന്നതാവണം ഓരോ ഗവൺമെന്റുകളും ഓരോ സംവിധാനങ്ങളും ചെയ്യേണ്ടത്. എന്തായാലും ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.